ഒരാളുടെ വിവാഹ ജീവിതം ഇന്ന് കടിഞ്ഞാൺ വീണിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ കാരണത്താലാണ് ആ ബന്ധമില്ലാതായത്. കാരണം ആ പെൺകുട്ടി നമുക്കടുത്തറിയാവുന്നൊരു പെണ്ണാണ്. അപ്പം ഭാര്യ നിലനിൽക്കെ മറ്റൊരു സ്ത്രീയോട് അഫെയറാകുകയും എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന അത്രയും പണം ഉപയോഗിച്ച് മദ്യപിക്കുകയും ഒരുപാട് ഘടകങ്ങളുണ്ടാക്കി വെക്കുമ്പോൾ പ്രണയിച്ചുകൊണ്ട് വിവാഹം കഴിച്ചുകൊണ്ട് ആണെങ്കിലും ശരി, അതല്ല അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഇന്ന്, അങ്ങനെ ആയിരുന്നെങ്കിലും ശരി, അങ്ങനെയുള്ള സ്ത്രീകൾ കൂടെ നിൽക്കത്തില്ല. നല്ല ഭാര്യമാരാണെങ്കിൽ കൂടെ നിൽക്കത്തില്ല, അവരവരുടെ പാട്ടിന് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇച്ചിരി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ വേറെ രീതിയൊന്നുമല്ല കേട്ടോ. നമുക്ക് ശകലം അനുജത്തിയെ പോലെ നമുക്ക് ശകലം സ്നേഹം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ, നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് ഇന്ന് ലീഗലി ഡിവോഴ്സ് കിട്ടി. അപ്പോൾ വിവാഹം കഴിച്ച പയ്യൻ നമ്മുടെ ഒരു ബന്ധത്തിൽപ്പെട്ട പയ്യനാണ്. അപ്പം അവൻ അന്ന് തൊട്ടേ പറയുന്നുണ്ട്, അണ്ണാ ഒന്ന് ഇടപെടണം, ഇതിനകത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി തരണം. അപ്പം ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യം, അവൾ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, നീ കൃത്യമായിട്ട് നീ കോടതിയിൽ പോവുക, കോടതിയിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവർ കൗൺസിലിംഗ് വെക്കും, ആ കൗൺസിലിങ്ങിന് ശേഷം കോടതി തീരുമാനിക്കും. അപ്പോൾ ഇയാൾ ഈ കോടതിയിലൊന്നും പോകാതെ കള്ളും കുടിച്ച് അവിടെ തോന്നിയ ദിവസം കാണിച്ച് നടന്നിട്ട് ലാസ്റ്റ് ഡിവോഴ്സ് കിട്ടിയപ്പോൾ ദുബായിലിരുന്നുകൊണ്ട് ഭയങ്കരമായ താളമേളങ്ങളും പാട്ടുമൊക്കെ. അപ്പോൾ ഒരിക്കലും ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ട് അയാളുടെ കാര്യം. അത് പിന്നെ വലിയ ബുദ്ധിമുട്ടോട്ട് നീങ്ങും. കാരണം അയാൾ പിന്നെ, ഞാൻ എൻ്റെ ഒരു അനിയന് ഒരു വോയിസ് ഇട്ടിടാ, അവൻ്റെ പെണ്ണുമ്പുള്ളിയോട് ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞല്ലോ. അവനും പറയുന്നുണ്ടായിരുന്നു സ്നേഹമായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു സ്നേഹമായിരുന്നു. എന്നിട്ടിപ്പോൾ വൈഫിന് ലീഗലി ഡിവോഴ്സ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്നത് വെള്ളമടിച്ച് മതോന്മത്തനായി ആടിപ്പാടുന്നു എന്നൊരു വോയിസ് ഇട്ടപ്പോഴത്തേക്ക് അയാളുടെ ഫോൺ ഇവൻ മേടിച്ചിട്ട് ഇങ്ങോട്ട് ദൂരെ 1/1 അമ്മാതിരി ഭാഷ വിളിയ. അത് മനുഷ്യൻ കേൾക്കാത്ത രീതിയിലുള്ള ഭാഷയാണ് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച്, ചേട്ടാ, ഇവൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പെർഫെക്റ്റായിട്ടിരുന്ന ഒരു വ്യക്തി സഡൻലി വന്നേച്ച് ഇമാതിരി ഭാഷകൾ വിളിക്കുമ്പോൾ അവനവൻ്റെ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? അവനവൻ്റെ ഭാര്യമാർ പോകുന്ന വരിയിൽ ഭർത്താക്കന്മാരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് പോകുന്നത്. ഭാര്യമാരെ എവിടെ പോയെന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാരുടെ പിടിപ്പുകളാണ്. കൊണ്ടുവന്നാൽ പോരാ, നിലനിർത്താൻ പഠിക്കണം. കൂടെ നിൽക്കണമെങ്കിൽ അവൻ മിടുക്കനായിരിക്കണം, എല്ലാ അർത്ഥത്തിലും അവൻ മിടുക്കനായിരിക്കണം. അങ്ങനെ മിടുക്കന്മാരല്ലാത്തവരുടെ ഭാര്യമാരാണ് പോകുന്നത്. അല്ലെങ്കിൽ സെലക്ഷൻ. നമ്മൾ അതേപോലെ നല്ല രീതിയിൽ നമ്മൾ അരിക്കകത്ത് നിന്നെല്ലാം നെല്ലിനകത്ത് നിന്ന് പതിര് മാറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം, എങ്കിലേ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പം നമ്മൾ പ്രണയിക്കുന്നത്, പ്രണയം അത് വേണം. എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് പ്രണയം വേണം. പക്ഷേ മനുഷ്യൻ്റെ കാര്യത്തിൽ പ്രണയം, ആ സ്ത്രീയുടെ കഴുത്തിലൊരു താലി കയറി കഴിഞ്ഞാൽ അത് മരിക്കുന്ന കാലം വരെയും ആ ഒരു സ്നേഹം അതേപോലെ നിലനിൽക്കണം. അല്ലെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാകും. കാരണം ഞാനിത് ഇങ്ങനെയൊന്നുമല്ല പറയാനിരുന്നത്, ഞാൻ ഇച്ചിരിയും കൂടെ കൂടുതൽ പറയാനായിട്ടിരുന്നതാണ്. കാരണം അയാൾ അവിടുന്ന് ദുബായിൽ നിന്ന് അതേപോലെ ഇങ്ങോട്ട് ഭാഷ. അപ്പോൾ അയാളുടെ സഹോദരി അതിന് മുമ്പേ ഇങ്ങോട്ട് വിളിച്ചേച്ച് അമാതിരി ഭാഷ. എന്നാൽ നമ്മൾ ഈ കേസ് കേട്ട് നമ്മൾ ഇടപെട്ട് കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവൻ്റെ പെങ്ങൾ പറഞ്ഞതാണ്, അണ്ണാ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ ഈ പെൺകുട്ടിയെ ഞങ്ങൾ വിളിക്കുമ്പോൾ പറയുന്നത് വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ പറ്റിയത്. തന്നെ നമ്മുടെ തെളിവുകളുമുണ്ട്. അവളെ വിളിച്ച് ഞങ്ങളോട് സംസാരിച്ചതിൻ്റെ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ഒറ്റ ഒരു മോള ഈ വേട്ടാവളേനെ കെട്ടിച്ചു കൊടുത്തതാണ്. ഈ വേട്ടാവളയൻ
അവനെ 10-30 പവൻ്റെ സ്വർണ്ണവും കൊടുത്ത് കെട്ടിച്ചു വിട്ടതാണ്. ഇവൻ്റെ വിചാരം കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഡിവോഴ്സ് ഇങ്ങനെ ആയിപ്പോയല്ലോ. 30 പവൻ്റെ കേസ് അടുത്ത പുറകെ വരുന്നുണ്ട്. 30 പവൻ്റെ ഇനിയിപ്പോൾ ഉടനെ അവന് പുറകെ വരുന്നുണ്ട്. അതും തെളിവുകളുള്ളതാണ്. അപ്പോൾ എനിക്കിത് പറയണം, ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അവൻ വിളിച്ചിട്ട് നമുക്കൊരാളെ താഴ്ത്തിക്കെട്ടാൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഇവർ ഇങ്ങോട്ട് കാരണം നമ്മൾ അനിയാന്ന് വിളിച്ചവർ ഇമാതിരി ഭാഷ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഉടനെ പുറകെ വരുന്നതായിരിക്കും. കാത്തിരിക്കുക.